ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 5. ഭക്തി ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ്? അതാണ് ഈ ശ്ലോകം. അഷ്ടാംഗയോഗത്തിലൂടെ ഭഗവത് ധ്യാനം വഴി തന്നിലേക്ക് എത്താനുള്ള വഴി കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇനി ആദ്യം പറഞ്ഞ ജ്ഞാനയോഗം ഉണ്ടല്ലോ, സാഖ്യം 24, 25 തത്വം എന്നൊക്കെ പറഞ്ഞത്, ആ ജ്ഞാനയോഗത്തെക്കാളും ഇപ്പം പറഞ്ഞ അഷ്ടാംഗയോഗത്തെക്കാളും ഏറ്റവും എളുപ്പമാണ് ഭക്തിമാർഗം. അതിൻ്റെ മഹത്വം എന്താണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിലെ ആ ഒരു ഭാഗം ശ്രദ്ധിക്കാം. പല വിധത്തിലുള്ള യോഗങ്ങളെ പറ്റിയിട്ട് ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, സാഖ്യയോഗം, സന്യാസയോഗം, ജ്ഞാനവിജ്ഞാന യോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, അങ്ങനെ പലതും. അതിലൊക്കെ വെച്ച് ശ്രേഷ്ഠം ഭക്തിയോഗമാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നു, വളരെ മുൻപ് പണ്ട് സൂര്യന് താൻ ഉപദേശിച്ചു കൊടുത്തതാണ്. സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകു മഹാരാജാവിന് ഉപദേശിച്ചു. അങ്ങനെ കാലപ്രവാഹത്തിൽ വിശിഷ്ടമായിട്ടുള്ള ഈ ജ്ഞാനഗംഗ പ്രവഹിച്ചു കൊണ്ടിരുന്നു. ഋഷി തുല്യരായിട്ടുള്ള അനേകം മഹാത്മാക്കളെ അത് സൃഷ്ടിച്ചു. പക്ഷേ കാലത്തിൻ്റെ അങ്ങനെ പ്രവാഹത്താൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പകർന്നു കൊടുക്കാതെ സൂക്ഷിച്ചു വയ്ക്കാതെയൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി. അത് നികത്താനാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് അർജുന എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലൊരു ഭാഗമുണ്ട്. ഇവിടെ അതേപോലെ തന്നെ അമ്മോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നഷ്ടപ്പെട്ട കാര്യം ഇനിയും വീണ്ടെടുത്ത് അമ്മയിലൂടെ ലോകം അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. ശ്ലോകം നോക്കാം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിദോഖ പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാതി. ഭക്തി എങ്ങനെ ഉണ്ടാവുക? സ്വിച്ചിട്ട വരണ പോലെ പെട്ടെന്ന് വരികയില്ല. ഭഗവാനിലേക്ക് ആദ്യം തന്നെ മനസ്സിനെ തിരിക്കണം. അത് കഥ കേൾക്കുമ്പോഴും നാമം ജപിക്കുന്നത് കേൾക്കുമ്പോഴും ഒക്കെ ശ്രവണം വഴി തന്നെ വരും. കുട്ടിപ്രായത്തിൽ തന്നെ അത് വരും. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവത് ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പോൾ മനസ്സ് ഭക്തിയിൽ ഉറയ്ക്കും. അങ്ങനെ അത് ശക്തമായിട്ടുള്ള ഒരു ഗംഗാപ്രവാഹം പോലെ ഒഴുകും. അങ്ങനെ ആ മനസ്സ് ഭഗവത് പാദത്തിൽ ലയിക്കും. പിന്നെ സംസാരക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല. മൃത്യു പോലും പേടിപ്പിക്കാനായിട്ട് വരില്ല. അർത്ഥം നോക്കാം. മമ ഗുണഗണലീലാകർണനൈ, എൻ്റെ ഭഗവാന്റെ അത്ഭുതകരങ്ങളായിട്ടുള്ള ഗുണങ്ങളെയും പരാക്രമങ്ങൾ നിറഞ്ഞിട്ടുള്ള ലീലകളെയും കേൾക്കുക. ആകർണനം എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രവണം ചെയ്യുക. കീർത്തനാദ്യൈ, നാമസങ്കീർത്തനം തുടങ്ങിയവ ചെയ്തുകൊണ്ടും. അമ്പലത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ ഒരുമിച്ചിരുന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ചൊല്ലാറില്ലേ, അതേപോലെ നാമസങ്കീർത്തനം കൊണ്ടും പൂജ, ജപം, വ്രതങ്ങൾ തുടങ്ങിയിട്ടുള്ള, അതാണ് ഈ കീർത്തനാദ്യൈ എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെ മയി, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനിലേക്ക്, എന്നിലേക്ക്, സുരസരിത് ഓഖ, സുരസരിത്ത് ഏതാ? ദേവന്മാരുടെ നദി ഗംഗ. ദേവഗംഗയുടെ നിലയ്ക്കാത്ത പ്രവാഹം പോലെ മനസ്സിൽ ഭക്തി ഇങ്ങനെ എപ്പോഴും നിറഞ്ഞിരിക്കും. പ്രഖ്യ ചിത്താനുവൃത്തി, പ്രഖ്യ എന്ന് പറഞ്ഞാൽ ദിവ്യ, പരിശുദ്ധമായ മനസ്സാകും. മനസ്സിലെ വൃത്തികളൊക്കെ, ചിന്തകളൊക്കെ പരിശുദ്ധമാകും. ആവശ്യമില്ലാത്ത ഒരു ചിന്തയും അവിടെ കയറി വരില്ല. പരമഭക്തി ഭവതി, പരിശുദ്ധമായിട്ടുള്ള ഭക്തി എന്നെന്നും ഉണ്ടായിരിക്കും. പിന്നെ അത് വിട്ടുപോയില്ല. സ ഹി, അതാകട്ടെ എത്രമാത്രം വിലപ്പെട്ടതാണെന്നോ. മൃത്യോർവിജേത്രി, ഞാൻ മരിക്കില്ല എന്നുള്ള ആ ചിന്ത വരും. ആർക്ക് വന്നതുപോലെ? പരീക്ഷിത്തിന് വന്നതുപോലെ. പരീക്ഷിത്ത് മരിച്ചു, നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ പരീക്ഷിത്തിന് ആദ്യം ആ ശാപവൃത്താന്തം കേട്ടപ്പോൾ വിഷമമുണ്ടായെങ്കിലും പിന്നെ
അയം ഗായതു കൃഷ്ണഗാഥ, ഭഗവാന്റെ ഗാഥകൾ, ഭഗവാന്റെ ഗീതങ്ങൾ കേട്ട് കേട്ട് തക്ഷകൻ എന്നെ കടിച്ചോട്ടെ എന്നുള്ള ആ വാക്ക് വരെ പറയാൻ എനിക്ക് മൃത്യുവിനെ യാതൊരു പേടിയും ഇല്ല എന്നുള്ള ആ ഒരു നിലയിലേക്ക് പരീക്ഷിത്ത് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഭക്തി മാത്രമാണ്. ശുഗമഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗവതം കേട്ടിട്ട് തന്നെയാണ്. അതാണ് മൃത്യോർ വിജേത്രി, ഞാൻ നാശമില്ലാത്ത ഭഗവത് ചൈതന്യം തന്നെയാണ് എന്ന ആ ബോധം ഉറച്ചാൽ പിന്നെ പേടിപ്പിക്കുന്ന മരണത്തെ നമുക്ക് അങ്ങോട്ട് പേടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇതി കപിലതനു, ഇപ്രകാരം കപിലൻ ആകുന്ന അവിടന്ന് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ദേവഹൂതിയോട് ന്യഗാതി പറഞ്ഞു. ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 29-ാമത്തെ അധ്യായം. അതിലിങ്ങനെ പറയുന്നുണ്ട്, 84 ലക്ഷം തരം സ്പീഷീസുകളുണ്ട്. അതിൽ ജഡവസ്തുക്കളുണ്ട്. ജഡവസ്തുക്കളേക്കാൾ അവയ്ക്കും ചൈതന്യമുണ്ട്. അവയേക്കാളും ശ്രേഷ്ഠമാണ് ജീവചൈതന്യം ഉള്ളവ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അല്പമെങ്കിലും ബോധം വികസിച്ചിട്ടുള്ള ജന്തുക്കൾ. 4 കാലികളാണെങ്കിലും അവർക്ക് ചിലപ്പോൾ ശ്രവണേന്ദ്രിയം കൂടുതൽ പ്രവർത്തിക്കും, രുചി കൂടുതൽ അറിഞ്ഞേക്കാം. അങ്ങനെ അവയേക്കാളും ശ്രേഷ്ഠമാണ് രൂപങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ജന്തുക്കൾ. അതിന് മുൻപ് വരും വൃക്ഷങ്ങളൊക്കെ. പിന്നെ 4 കാലുകളുള്ളവർ അതിലും ശ്രേഷ്ഠം. കുറേ കാലുകളുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ തേരട്ട പോലുള്ളതിന് അനേകം കാലുണ്ട്. പിന്നെ 8 കാലി പോലുള്ളതിന് അതിനേക്കാളും കുറവുണ്ട്. അങ്ങനെ അപ്പോൾ 4 കാലുള്ളത് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ്. മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരിൽ. ആ മനുഷ്യന്മാരിൽ ആത്മജ്ഞാനമുള്ളവനാണ് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠൻ. ആത്മജ്ഞാനം പുസ്തകത്തിലുള്ളതുപോലെ പറയാൻ സാധിച്ചു, വേദം ചൊല്ലാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പൊരുളറിയുന്ന ആൾ അതിലും ശ്രേഷ്ഠനാണ്. അറിഞ്ഞിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും സംശയം നിവർത്തിച്ചു കൊടുക്കുവാനുള്ള ജ്ഞാനം ഉള്ള ആൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവരെ ഒക്കെ പിന്നിലാക്കുന്ന ആളാണ് പരിശുദ്ധ ഹൃദയൻ. ഒരു ജ്ഞാനവും വേണ്ട, വേദവും വേണ്ട, ഹൃദയശുദ്ധി നേടിയവർ അതിനേക്കാൾ പരിശുദ്ധരാണ്. അവരിൽ വെച്ച് സമദർശികളും ഭഗവാന് സമർപ്പണം ചെയ്തിട്ടുള്ളവരും ആയിട്ടുള്ള ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതിനേക്കാൾ കൂടുതൽ നല്ലൊരു ആൾക്കാരെ ഞാൻ കാണുന്നില്ല എന്നാണ് ഭഗവാൻ പറയണത്. പിന്നെ ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു, സാത്വികം, രാജസം, താമസം, നിർഗുണം, അങ്ങനെ 4 തരത്തിലുണ്ട് ഭക്തി. ഭേദബുദ്ധിയോട് കൂടിയിട്ട് ഹിംസകളൊക്കെ ചെയ്തിട്ട് ആരാധിക്കുന്നത് താമസ ഭക്തിയാണ്. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഹിംസയൊന്നും ചെയ്യാതെ പ്രവർത്തിക്കുന്നത് ഭക്തി അനുഷ്ഠിക്കുന്നത് രാജസമാണ്. പിന്നെ ഞാൻ ശരീരം എന്നുള്ള ചിന്തയോടെ ആയാലും ഒന്നിനും വേണ്ടി അല്ലാതെ ചെയ്യുന്ന ആ ഭഗവത് ആരാധനയാണ് സാത്വികം. എന്നാൽ സർവവ്യാപിയും സർവശക്തനുമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ നിഷ്കാമമായി നിരന്തരമായി അനുഭവിക്കുന്ന ആളാണ് നിർഗുണ ഭക്തൻ. വിഗ്രഹത്തിൽ മാത്രം ഭഗവാനെ കാണുന്ന ആൾ മൂഢനാണ്. ഭഗവാൻ ഏറ്റവും വില കൊടുക്കുന്ന ആ ഭാവം സർവഭൂതതയെയാണ്. സർവദേവതകളും ഭഗവാനെ പേടിച്ചുകൊണ്ടാണ് അവരവരുടെ കർമ്മങ്ങൾ, മൃത്യുവായാലും അതെ. അങ്ങനെ ഭഗവത് സാന്നിധ്യം സ്വന്തം ഹൃദയത്തിൽ സാക്ഷാത്കരിക്കണം. അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. അതിലേക്കുള്ള പടികളാണ് വിഗ്രഹാരാധനയും അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെ. അതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷേ അവിടെ നിൽക്കരുത്. ഇതൊക്കെ ഈ ഭാഗവതം 3ാം സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മമ ഗുണ ഗണ ലീലാകർണനൈ, എൻ്റെ ഗുണങ്ങളുടെ ഗണങ്ങൾ അത്രയധികം ഉള്ള ആ മഹത് ഗുണങ്ങളുടെയും ലീല, പലതരത്തിലുള്ള ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ചരിതങ്ങളുടെയും ഒക്കെ ശ്രവണം, ആകർണനം, അതുപോലെ തന്നെ കീർത്തനാദി, ഭഗവത് നാമം ജപിക്കുക, കീർത്തനം ചെയ്യുക. മയി, അങ്ങനെ ചെയ്യുമ്പോൾ മയി ഭഗവാനിൽ സുരസരിദോഖപ്രഖ്യ, ഭഗവാന്റെ പാദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള സുരസരിത്, ഗംഗയെപ്പോലെ തന്നെ ഇടമുറിയാത്ത പ്രവാഹം, തൈലപ്രവാഹം എന്നാണ് പറയുക.
എണ്ണ ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴിക്കുമ്പോൾ ആ പാത്രത്തിലുള്ള എണ്ണ അവസാനിക്കുന്നത് വരെ ഇടമുറിയാതെ അത് ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മളുടെ ജീവൻ പോകുന്നത് വരെ ആ ഭക്തി ഭഗവാനിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പ്രഖ്യചിത്താനുവൃത്തി, മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ പരിശുദ്ധമാകും. ഭവതി പരമഭക്തി, ഭവതി എന്ന് പറഞ്ഞാൽ ഭവിക്കുന്നു, ഉണ്ടാകുന്നു. പരമഭക്തി തീർച്ചയായിട്ടും ഭഗവാനിൽ ഉണ്ടാകും. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. സാഹി മൃത്യോർ വിജേത്രി, അതാകട്ടെ മരണത്തെ പോലും വിജയിക്കുന്നതാകുന്നു. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി, ഇങ്ങനെ അമ്മയോട് കപിലൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ജ്ഞാനയോഗം അല്ലെങ്കിൽ സാഖ്യയോഗത്തിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. പിന്നെ അഷ്ടാംഗയോഗം വഴി ഭഗവാനിലേക്ക് എത്താമെന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ അതിനേക്കാളൊക്കെ എളുപ്പം, ശ്രേഷ്ഠം, മധുരതരം ഭക്തിയോഗമാണ് അമ്മേ എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ യോഗത്തിലേക്ക് എത്തുക? യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേരുക, യോജിക്കുക എന്നാണ്. അതിന് വളരെ എളുപ്പമാണ്. ഭഗവത് നാമം ചൊല്ലുന്നത് കേൾക്കുക, അതുപോലെ തന്നെ ഭഗവത് കഥകളും കീർത്തനങ്ങളും ഒക്കെ ശ്രദ്ധയോടുകൂടി ചൊല്ലുക, കേൾക്കുക. ഭഗവാന്റെ അമൃത ഗംഗ പോലെയുള്ള ആ ഭക്തി മനസ്സിലേക്കപ്പോൾ നിറഞ്ഞു വരും. അത് മൃത്യുവിനേക്കാളും ശക്തിയുള്ളതാണ്, മൃത്യുവിനെ ജയിക്കുന്നതാണ്. അപ്പോൾ പിന്നെ മറ്റു ദുഃഖത്തിൻ്റെയോ വ്യാകുലതയുടെയോ ഭയത്തിൻ്റെയോ കാര്യമൊന്നും പറയേണ്ടതേ ഇല്ലല്ലോ. അത്ര ശ്രേഷ്ഠമാണ് ഭക്തി എന്നാണ് ഈ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് ഉറപ്പിച്ചു തരുന്നത് ഭഗവാൻ. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിദോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.